Roy Christie, Managing Director and Founder of Renergy Systems India Private Limited. Renergy ഇപ്പോൾ ഇന്നിപ്പം നെടുമങ്ങാട് ഫ്രാഞ്ചൈസി നമ്മുടെ 16ാമത് ഫ്രാഞ്ചൈസിയാണ് ഇപ്പം കേരളയിൽ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെടുത്തിരിക്കുന്ന ഷെഫീഖിന് ഞാൻ ഈ ഒരു സംവിധാനം വളരെ വിജയകരമായി തീരട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. റെനർജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയർ MEP-യിലാണ് കരിയർ തുടങ്ങുന്നത്. 25 വർഷം മുമ്പ് 2011 സോളാർ മേഖലയിൽ നിൽക്കുന്നു. എല്ലാവർക്കും അറിയാം റിന്യൂവബിൾ എനർജിയുടെ ഒരു വളർച്ചയും അതിൽ സോളാറിനുള്ളൊരു പ്രാധാന്യം. ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്നതും ഗ്രോത്തും വരുന്ന ഒരു മേഖലയാണ്, ഇൻവെസ്റ്റ്മെൻറ്റും വരുന്ന മേഖലയാണ് റിന്യൂവബിൾ എനർജി സെക്ടർ, എസ്പെഷ്യലി സോളാർ. അപ്പം അതിൽ നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വേറൊരു ബിസിനസ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിന്യൂവബിൾ എനർജി അല്ലെ സോളാർ EPC എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഇതിൽ വരുന്നൊരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആണെന്ന് ഉള്ളത് തന്നെയാണ്. സർവീസ് ഓറിയന്റഡ് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് നോർമലി FMCG പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സർവീസ് മാനുഫാക്ചേഴ്സിൻ്റെ ഡയറക്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്, നമ്മളൊരു EPC ആയതുകൊണ്ട് തന്നെ, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് പോലെ തന്നെ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്ന വെണ്ടേഴ്സും, അതായത് കമ്പനിയും അത്യാവശ്യം ട്രസ്റ്റഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവർ ചൂസ് ചെയ്യുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പോലെ തന്നെ ചൂസ് ചെയ്യുന്ന കമ്പനി. അപ്പം റെനർജിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സോളാർ EPC ആണ്. 6000-ന് മുകളിൽ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സർവീസ് മേഖലയിൽ 25 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ ഒരു മുതൽക്കൂട്ട്. നമ്മൾ ഈ 6000-ഓളം കസ്റ്റമർ ചെയ്തിട്ടുണ്ടെങ്കിലും മാക്സിമം 99.99% കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ്. കമ്പനി മാക്സിമം സപ്പോർട്ടീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജിയിൽ സോളാറിൻ്റെ ഒരു സാധ്യത നേരത്തെ പറഞ്ഞതുപോലെ വളരെ മുന്നിലാണ്. അത് ഷെഫീഖ് ഈ ഒരു സംരംഭം വളരെ വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. സോളാർ മേഖലയിൽ ഇന്ന് ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കമ്പനികൾ ഉണ്ടെങ്കിലും കൊടുക്കുന്ന സർവീസ് പിന്നോട്ടാണ്. പക്ഷേ എനർജിയെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല കസ്റ്റമർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ നല്ല സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എനർജി എന്നുള്ള ഒരു കമ്പനി ചൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മുടെ ഈ നെടുമങ്ങാട് മേഖലയിൽ നാമമാത്രമായിട്ടാണ് സോളാർ പ്ലാന്റുകളുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം.